നമസ്കാരം സുഹൃത്തുക്കളെ. എനിക്ക് തോന്നുന്നത് RSSൻ്റെ പേരിൽ ഈ രാജ്യത്തെ മുസ്ലിങ്ങൾ എല്ലാ ഹിന്ദുക്കൾക്കിട്ടും നന്നായിട്ട് തള്ളുന്നുണ്ട്. ഉറപ്പ്. ഇത് ഞാൻ പറഞ്ഞല്ല കേട്ടോ. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അറിയാമോ? എറണാകുളം മഹാരാജാസിൽ പഠിച്ചുകൊണ്ടിരുന്ന SFIയുടെ ഒരു നേതാവ് ഉണ്ടായിരുന്നു. അഭിമന്യു എന്നാണ് ആ പയ്യൻ്റെ പേര്. ആ പയ്യൻ കൊല്ലപ്പെട്ട ദിവസമാണ്. 8 വർഷമായി. ഞാൻ ആദ്യം പറഞ്ഞ ആ വാചകമുണ്ടല്ലോ, ആ പയ്യൻ ഒരു കമൻ്റായിട്ട് റൈറ്റ് തിങ്കേഴ്സ് എന്ന് പറഞ്ഞൊരു പേജിലിട്ടതാണ്. ആ പേജ് ഇപ്പോൾ നിലവിലുണ്ടോ എന്നറിയില്ല. ഒരു സമയത്ത് വളരെ സജീവമായിട്ടുള്ള ഒരു പേജായിരുന്നു. ആ പേജിലിട്ടൊരു കമൻറ്റാണ് നിങ്ങൾ കണ്ടത്. എനിക്ക് തോന്നുന്നത് RSSൻ്റെ പേരും പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങൾ എല്ലാ ഹിന്ദുക്കൾക്കിട്ടും തള്ളുന്നുണ്ട്, ഉറപ്പാണ്. ഒരു ജൂലൈ മാസത്തിലാണ് ഈ കമൻറ്റ് ഇട്ടത്. അത് 2017 2018 ജൂലൈ 2 ഈ പയ്യൻ മൃഗീയമായ രീതിയിൽ കൊല്ലപ്പെട്ടു. കൊല്ലണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഈ പയ്യനെ വിളിച്ചു വരുത്തുകയും ഇപ്പോൾ ഈ നിരോധിക്കപ്പെട്ടിരിക്കുന്ന PFI ഉണ്ടല്ലോ, പോപ്പുലർ ഫ്രണ്ട്, അതിൻ്റെ വിദ്യാർത്ഥി രൂപമുണ്ട്, ക്യാമ്പസ് ഫ്രണ്ട്. ആ ക്യാമ്പസ് ഫ്രണ്ടിൻ്റെ ആളുകളും അതേപോലെ തന്നെ SDP ആളുകളും വിളിച്ചിറക്കി കൊണ്ടുപോയി നെഞ്ചിൻ്റെ നടുക്ക് തന്നെ കടാര കുത്തിയിറക്കി കൊല്ലുകയാണ്. ഒറ്റ കുതിര തന്നെയാണ് പയ്യനെ കൊന്നത്. ഒറ്റ കാഴ്ചയിൽ തന്നെ ആർക്കും ഒരു ദൈന്യത തോന്നുന്ന, ഒരു പാവം പിടിച്ചവൻ, നിഷ്കളങ്കൻ എന്ന് തോന്നുന്ന രൂപമാണ് ഈ പയ്യൻ്റേത്. അതൊരു ആദിവാസി പയ്യൻ കൂടിയാണ്, ഒരു ആദിവാസി വിദ്യാർത്ഥി കൂടിയാണെന്ന് ഓർക്കണം. തമിഴൊക്കെ സംസാരിക്കുന്ന ഒരു ആദിവാസി വിഭാഗം വട്ടവടക്കാരനായിട്ടുള്ള. അപ്പോൾ ആ പയ്യൻ്റെ കൊലപാതകത്തിന് ശേഷം ഈ നാട് മുഴുവൻ കണ്ണിൽ കണ്ട മതിലിലും എല്ലായിടത്തും അവർ വർഗീയത തുലയട്ടെ എന്ന് പറഞ്ഞ് എഴുതി വെച്ചു. അതായിരുന്നു അവരുടെ പ്രതിഷേധം. കാരണം പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ആരാണ്? പോപ്പുലർ ഫ്രണ്ട്, ക്യാമ്പസ് ഫ്രണ്ട്, SDP. സാധാരണ രീതിയിൽ വേറെ ആരെങ്കിലുമൊക്കെയാണ് ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ അവരുടെയൊക്കെ ഈ കേരളത്തിൽ എത്ര പാർട്ടി ഓഫീസുകളും സ്ഥാപനങ്ങളൊക്കെ അവർ തല്ലി തകർത്തേനെ. പക്ഷേ ഇവർക്ക് നേരെ അങ്ങനെയൊന്നും ഉണ്ടായില്ല. വർഗീയത തുലയട്ടെ എന്ന് മാത്രം എഴുതി അവരവരുടെ രോഷം കടിച്ചമർത്തി. ഇപ്പോഴും അവർ വർഗീയത തുലയട്ടെ എന്ന് പറഞ്ഞ് രോഷം കടിച്ചമർത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ നോക്കിയത് എടപ്പാളിൽ SFI നടത്തുന്ന അഭിമന്യുവിൻ്റെ അനുസ്മരണമാണ് ഈ പോകുന്നത്. ഇതിനൊക്കെ അവരെ കൊണ്ട് പറ്റും. 8 വർഷമായി എന്ന് ഓർക്കണം. 8 വർഷത്തിനിടയ്ക്ക് ഈ പ്രതികളെ അത് ചിലരെയൊക്കെ പിടിച്ചു, ചിലരെയൊക്കെ സ്വയം കീഴടങ്ങുകയായിരുന്നു ചെയ്തത്. അതായത് കോവിഡ് സമയത്ത്, ലോക്ക്ഡൗണൊക്കെ ആയിരുന്ന സമയത്ത് ഒളിവിൽ കഴിയാൻ പറ്റാത്ത, നിവർത്തിയില്ലാതെ വന്ന ചിലരൊക്കെ പോയി കീഴടങ്ങി. പക്ഷേ അപ്പോഴും പ്രധാനപ്പെട്ട തൊണ്ടി, അതായത് കുത്തിയ കത്തി ഇതുവരെ കിട്ടിയിട്ടില്ല. മാത്രമല്ല ഇതിൻ്റെ പ്രധാനപ്പെട്ട രേഖകളൊക്കെ നഷ്ടപ്പെടുകയും ചെയ്തു. വിചാരണ പൂർത്തിയായിട്ടില്ല. 8 വർഷമായിട്ടും ഈ പ്രതികളെ ഇതുവരെ ശിക്ഷിച്ചിട്ടില്ല. ഓർക്കുക, ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വരെ ഈ സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരുന്നത് CPM ആയിരുന്നു, CPI ആയിരുന്നു. അതായത് SFIയുടെയും DYFIയുടെയും ഒക്കെ ആളുകൾ തന്നെയായിരുന്നു ഭരിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ടും നീണ്ട 8 വർഷം കഴിഞ്ഞിട്ടും ആ പാവപ്പെട്ട ആദിവാസി വിദ്യാർത്ഥിക്ക്, അവൻ്റെ ആത്മാവിന് നീതി വാങ്ങിക്കൊടുക്കാൻ അവർക്ക് പറ്റിയില്ല. ഇപ്പോഴും അവർ വർഗീയതയ്ക്ക് തുളയിട്ടുകൊണ്ടിരിക്കുകയാണ്. വർഗീയതയ്ക്ക് തുളയിട്ട് തീർന്ന് കഴിയുമ്പോഴെങ്കിലും ആ പാവം പിടിച്ച പയ്യൻ്റെ ആത്മാവിനെങ്കിലും നിങ്ങൾ നീതി വാങ്ങിക്കൊടുക്കണം. ആ പ്രതികളാക്കി പിടിച്ചിരിക്കുന്നതും അല്ലെങ്കിൽ തനിയെ വന്ന് പിടിതന്നവരെയൊക്കെ മര്യാദയ്ക്ക് വാദപ്രതിവാദം നടത്തിയെങ്കിലും അവർ അറിയിക്കുന്ന ആ ശിക്ഷ അവർക്ക് വാങ്ങിക്കൊടുക്കണം. ഫയലുകളും മറ്റുമൊക്കെ നഷ്ടപ്പെട്ടു, കാണാതെ പോയി എന്നൊക്കെയാണ് പറയുന്നത്. ഇതിന് വർഷങ്ങൾക്ക് ശേഷം ആലപ്പുഴയിൽ നടന്ന രഞ്ജിത്ത് ശ്രീനിവാസിൻ്റെ കൊലപാതകമുണ്ട്. അത് ഒറ്റ വർഷം കൊണ്ട് തന്നെ അതിൻ്റെ വിചാരണയെല്ലാം പൂർത്തിയാക്കി അതിൽ ഉൾപ്പെട്ടിട്ടുള്ള സകല പ്രതികൾക്കും വധശിക്ഷ വാങ്ങിക്കൊടുത്തു അവരുടെ പാർട്ടി. ആ സ്ഥാനത്ത് ഇത് 8 വർഷമായിട്ട് എങ്ങും എത്താതെ ആ പാവം പിടിച്ച പയ്യനെ കാണിച്ചുകൊണ്ട് കോടികൾ അവരുണ്ടാക്കി. ആ പയ്യൻ്റെ വീട്ടുകാർക്ക് 25 ലക്ഷം കൊടുത്തൊരു വീട് ഉണ്ടാക്കി കൊടുത്തു. പിന്നൊരു വായനശാലയും മറ്റു കെട്ടിടങ്ങളൊക്കെ ബാക്കിയുള്ള കാശിന് പണിതിട്ട് അതൊക്കെ വാടകയ്ക്ക് കൊടുത്ത് അവർ സുഖിച്ച് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എറണാകുളം ജില്ലയിൽ മാത്രം കിട്ടിയത് കോടികളാണ്. അപ്പോൾ ഈ 14 ജില്ലയുള്ള കേരളത്തിൽ നിന്ന് എത്ര കോടികൾ അവർ ഈ പയ്യൻ്റെ പേരും പറഞ്ഞുകൊണ്ട് സംഭാവന പിരിച്ചു എന്ന് ഓർക്കുക. പക്ഷേ വേണ്ട കാര്യം മാത്രം അവർ ചെയ്തില്ല. ഇപ്പോഴും വർഗീയതയ്ക്ക് തുളയിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് നിർത്തിയിട്ട് ആ പയ്യൻ്റെ ആത്മാവിനെങ്കിലും ഒന്ന് നീതി വാങ്ങിക്കൊടുത്താൽ നന്നായിരിക്കുമെന്ന് SFIയോടും DYFIയോടും CPMനോടൊക്കെ പറയാനുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ഇളിഫിരായി ഇങ്ങനെ കഴിവുകെട്ടവരായിട്ട് നിൽക്കുകയാണ്. നിങ്ങൾക്ക് പറ്റാത്തതുകൊണ്ടൊന്നുമല്ല. ഇതിൽ ഒരുപാട് കൊടുക്കൽ വാങ്ങലുകൾ, അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടന്നിരിക്കുന്നു എന്ന് സാമാന്യ ബോധമുള്ള ഏവർക്ക് മനസ്സിലാവും. അതുകൊണ്ട് മാത്രമാണ് അതിൻ്റെ വിചാരണ ഇങ്ങനെ അനന്തമായിട്ട് നീളുന്നത്. ആ വിദ്യാർത്ഥിക്ക് ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ഒരു അച്ഛനും അമ്മയും ഉണ്ടെന്നും സഹോദരിമാരുണ്ടെന്നും അവരുടെ മുന്നിലെങ്കിലും നിങ്ങൾക്ക് തല കുനിക്കാതെ നിൽക്കണമെങ്കിൽ, വിദ്യാർത്ഥിയുടെ ആത്മാവിനെങ്കിലും നീതി വേണമെങ്കിൽ ആ പ്രതികളെ ശിക്ഷിക്കാൻ വേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. അല്ലാത്ത കാര്യങ്ങൾക്ക് സുപ്രീം കോടതിയിലെ വക്കീലന്മാരെ വരെ സിറ്റിങ്ങിന് ലക്ഷങ്ങൾ കൊടുത്ത് നിങ്ങളിവിടെ കൊണ്ടിറക്കി നിങ്ങളുടെ കാര്യമൊക്കെ നിങ്ങൾ സാധിക്കാറുണ്ട്. പക്ഷേ ഈ ഒരു വിദ്യാർത്ഥിയുടെ കേസിൽ അവൻ്റെ പേരിൽ തന്നെ ആ കേസ് നടത്താനും വേണമെങ്കിൽ ഒരു 10-20 തവണ നടത്താനും എത്ര ഫീസ് കൊടുക്കാനും തക്ക പണം നിങ്ങൾ പിരിച്ചെടുത്തതാണ്. എന്നിട്ടും ഇപ്പോഴും വർഗീയതയ്ക്ക് തുളയിട്ടുകൊണ്ടാണ് നടക്കുന്നതെങ്കിൽ നിങ്ങൾക്കൊരു നല്ല നമസ്കാരം.